നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചു എന്ന കേസിൽ രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി പരിഗണിക്കും. നേരത്തെ സെഷൻസ് കോടതിയിൽ രാഹുൽ ഈശ്വർ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഇത് ശനിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് കീഴ്ക്കോടതിയിൽ മറ്റൊരു ഹർജി നൽകിയത്. 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ രാഹുലിനെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരികെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. കേസിലെ 4ാം പ്രതിയായ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യ ഹർജി സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കാനായിരുന്നു മാറ്റിവെച്ചത്. എന്നാൽ ജഡ്ജി ഇന്ന് അവധിയായതിനാൽ ചുമതലയുള്ള മറ്റൊരു കോടതിയിലാണ് ഹർജി വരിക. കേസ് പരിഗണിച്ച ശേഷം മാറ്റിവെക്കാനാണ് സാധ്യത. അറസ്റ്റ് നിയമവിരുദ്ധമെന്നും ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനുള്ള കുറ്റം ചെയ്തിട്ടില്ലെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. പരാതിക്കാരിയുടെ പേരോ വിവരങ്ങളോ പരസ്യപ്പെടുത്തിയിട്ടില്ലെന്നും വാദമുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ജയിലിൽ അയച്ചത് മുതൽ നിരാഹാരത്തിലാണ് രാഹുൽ ഈശ്വർ. പോലീസ് കള്ളക്കേസെടുത്ത് അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ചാണ് രാഹുൽ ഈശ്വറിന്റെ നിരാഹാര സമരം. വെള്ളം മാത്രം മതിയെന്നാണ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം ജയിൽ സൂപ്രണ്ടിന് എഴുതി നൽകുകയും ചെയ്തു. ക്ഷീണിതനെന്ന ഡോക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിച്ച രാഹുലിന് ട്രിപ്പ് നൽകിയിരുന്നു. പരാതിക്കാരിക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ സംസ്ഥാനത്താകെ ഇതുവരെ 20 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സൈബർ ആക്രമണ കേസുകളിൽ പൊതുവെ പോലീസ് സ്വീകരിക്കാറുള്ള നിലപാടല്ല രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പകൽ പോലെ വ്യക്തം. രാഹുൽ ഈശ്വറിനെതിരായ കേസിൽ അതിവേഗ നടപടികളുമായാണ് തിരുവനന്തപുരം സൈബർ പോലീസ് മുന്നോട്ടു പോകുന്നത്. കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത പരമാവധി തെളിവ് ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും കഴിഞ്ഞ ദിവസം ടെക്നോ പാർക്കിലെ ഓഫീസിൽ അടക്കമെത്തി പരിശോധന നടത്തിയിരുന്നു. രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെ ഓഫീസിലും പരിശോധന നടത്തിയിരുന്നു. മുൻപ് വീട്ടിലെത്തി രാഹുൽ ഒളിപ്പിച്ചിരുന്ന ലാപ്ടോപ്പ് അടക്കമുള്ളവ എടുത്തിരുന്നു. എന്തായാലും ഇത് നാളെയാണ് മറ്റൊരു ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നത്. ഇന്ന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ജാമ്യം ലഭിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാതെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാവുന്ന ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ ഈശ്വർ എന്തായിരിക്കാം ഒരുപക്ഷെ ജാമ്യം ഇറങ്ങിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങൾ ചെയ്യുക എന്നതുകൂടി ശ്രദ്ധേയമാണ്. കാരണം അത് പറഞ്ഞ് ഇനി വാദം മുറുകി ഇനി ജാമ്യം ലഭിക്കാതെ പോകുമോ എന്നറിയില്ല. 14 ദിവസത്തേക്കാണ് രാഹുലിന് ജാമ്യം നൽകാതെ റിമാൻഡ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം 5 മണിയോടുകൂടി കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി വീണ്ടും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ക്ഷീണിതനാണ്, വെള്ളം മാത്രമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ദീപ രാഹുൽ ഈശ്വർ കൃത്യമായി തന്നെ പ്രതികരണങ്ങളും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ദീപ പ്രതികരണവുമായി രംഗത്ത് എത്തിയിരുന്നു. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജിയിലെ വാദം ഇന്ന് തുടരും. എന്തായിരിക്കാം വാദത്തിൽ മേലുണ്ടാകുന്ന നടപടി എന്ന് കണ്ടറിയാം. സന്ദീപ് ജി വാര്യർക്കും ഇന്ന് നിർണായകമാണ്. ഒപ്പം ഈ രാഹുലിന് പോയതിനെ തെറ്റ് ചെയ്ത മറ്റു 2 പേർ കൂടിയുണ്ട്. സന്ദീപ് ജി വാര്യരും അല്ലാതെ മറ്റു 2 വനിതകളുണ്ട്. അവർക്കെതിരെയുള്ള നടപടികൾ ഒന്നും തന്നെ കൈക്കൊണ്ടിട്ടില്ല. കിട്ടിയത് രാഹുൽ ഈശ്വറിനെയാണ്. എന്നാൽ രാഹുൽ ഈശ്വറിനെ വെച്ച് കാര്യങ്ങൾ നടത്താമെന്ന നീക്കത്തിലാണ് പോലീസ് സംഘം ഉള്ളത് എന്ന പരാമർശവും വിമർശനവും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്.